അതുപോലെ തന്നെ സോളിഡിനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള സോളിഡ്സിന് എന്ത് സംഭവിക്കും? സബ്ലിമേഷൻ സംഭവിച്ച് അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇനി ഈ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റപ്പെട്ട സോളിഡിനെ നമ്മൾ കൂൾ ചെയ്താൽ എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള സോളിഡ്സ് ഡെപ്പോസിഷൻ നടക്കും, റിവേഴ്സ് സബ്ലിമേഷൻ നടക്കും. അതുപോലെ തന്നെ ഈ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാലോ, ഗ്യാസിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. കണ്ടൻസേഷൻ നടന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറും. ദെൻ ലിക്വിഡിനെ നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാലോ അത് സോളിഡിഫൈ ചെയ്ത്, അതായത് സോളിഡിഫിക്കേഷൻ പ്രോസസ്സ് വഴി എന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റാക്കി മാറ്റണമെങ്കിൽ, ഒരു മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റാക്കി മാറ്റണമെങ്കിൽ ടെമ്പറേച്ചറിനെ വേരി ചെയ്താലും പ്രഷറിനെ വേരി ചെയ്താലും നമുക്ക് ഇൻ്റർ കൺവേർഷൻ നടത്താനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സോളിഡിനെ ലിക്വിഡ് ആക്കാനും ലിക്വിഡിനെ ഗ്യാസ് ആക്കാനും സാധിക്കും. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള സോളിഡ്സ് ആണെങ്കിൽ സോളിഡിനെ നമുക്ക് സബ്ലിമേഷൻ വഴി ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രഷർ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രഷർ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സോളിഡിനെ ലിക്വിഡ് ആക്കാനും ലിക്വിഡിനെ ഗ്യാസ് ആക്കാനും സാധിക്കും. തിരിച്ചു പറഞ്ഞാൽ, അതായത് ഗ്യാസിൽ നമ്മൾ പ്രഷർ നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ, ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്കും സോളിഡ് സ്റ്റേറ്റിലേക്കും മാറ്റാൻ സാധിക്കും. ഇത്രയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു ഫിഗർ അന്നേ ഉള്ളൂ. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റും കൂടെ കാണിച്ചിട്ടുള്ള ഒരു ഫിഗറാണ്. സോളിഡിനെ മെൽറ്റ് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡായി മാറുന്നു, ലിക്വിഡിനെ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസായി മാറുന്നു, ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ലിക്വിഡാവുന്നു, ലിക്വിഡിനെ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോളിഡായിട്ട് മാറുന്നു. ഇനി സോളിഡ് സബ്ലിമേഷൻ വഴി ഗ്യാസ് ആയിട്ട് മാറുന്നു, ഗ്യാസ് ഡെപ്പോസിഷൻ വഴി സോളിഡായിട്ട് മാറുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് എവാപ്പറേഷൻ. In the case of liquids, a small fraction of particles at the surface having higher kinetic energy is able to break away from the forces of attraction of other particles and gets converted into vapor. നമ്മുടെ ലിക്വിഡിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസ് ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള ബൾക്കിലുള്ള പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സർഫസിലുള്ള പാർട്ടിക്കിൾസിന് താഴേന്ന് മാത്രമേ ഉള്ളൂ പിടിച്ചു വലിക്കാനായിട്ട് ആരുള്ളൂ? മറ്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. അതിൻ്റെ സർഫസിൽ വേറെ, സർഫസിൻ്റെ മുകളിൽ വേറെ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ഇല്ല. സോ അവർക്ക് താഴേന്ന് മാത്രമേ ഉള്ളൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? താഴെയുള്ളവന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ വെളിയിലേക്ക് എസ്കേപ്പ് ചെയ്തു പോകാൻ സാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലിക്വിഡ്സിൻ്റെ സർഫസിലുള്ള കുറച്ച് പാർട്ടിക്കിൾസിന് ആ ലിക്വിഡിൻ്റെ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിനേക്കാളും ഹയർ കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ താഴെയുള്ളവരെ പിടിച്ചു നിർത്തുന്ന ലിക്വിഡിനുള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ആ അട്രാക്ഷനെ ഭേദിച്ച് അവർക്ക് വേപ്പർ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധിക്കും. ദിസ് ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ് ഈസ് കോൾഡ് എവാപ്പറേഷൻ. ഇപ്രകാരം ഒരു ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു. സർഫസിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ് അവരുടെ താഴെയുള്ള ബൾക്കിലെ ലിക്വിഡ് പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷനെ ഭേദിച്ച് വേപ്പറായി ഏതൊരു ടെമ്പറേച്ചറിലും മാറും. പക്ഷെ അത് ഒരിക്കലും ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിലും കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല. ഒരു ലിക്വിഡിൻ്റെ, അതായത് എവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൻ്റെ സർഫസിലുള്ള കൈനറ്റിക് എനർജി കൂടിയ പാർട്ടിക്കിൾസ് ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിലും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ, ഫിനോമിനനെയാണ് എവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവാപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ് വിത്ത്. ഇവാപ്പറേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇവാപ്പറേഷൻ കൂടുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് കൂടുമ്പം അല്ലെങ്കിൽ കുറയുമ്പോഴാണെന്ന് നോക്കാം. ആൻഡ് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ ഇവാപ്പറേഷൻ നടക്കുന്നതും കൂടും. ഇവാപ്പറേഷൻ എന്ന് പറയുന്നൊരു സർഫസ് ഫിനോമിനനാണ്. ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസിന് ഈ ഫിനോമിനൻ
കാണിക്കാൻ സാധിക്കത്തില്ല. സർഫസിലുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഈ പ്രതിഭാസം കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. We know that evaporation is a surface phenomenon. If the surface area is increased, the rate of evaporation increases. For example, while putting clothes for drying up, we spread them out. അപ്പം ഈ സർഫസ് ഏരിയ കൂട്ടുകയെന്ന് വിചാരിച്ചു. അതായത് ഇവാപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ നമ്മൾ കൂട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ്റെ റേറ്റും കൂടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന തുണികളൊക്കെ നമ്മൾ ചുരുട്ടി കൂട്ടിയാണ് ഇടുക. അല്ല, ചുരുട്ടി കൂട്ടി ഇടുമ്പം അതിന് സർഫസ് ഏരിയ കുറവാണ്. അപ്പം തുണി ഉണങ്ങാനായിട്ട് പാടാണ്. അതിലെ ലിക്വിഡ് പാർട്ടിക്കിൾസിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പോകാൻ സാധിക്കാതെ വരുന്നു. ചുരുണ്ട് കിടക്കുമ്പോഴത്തേക്കും വളരെ താമസിച്ച് അതിന് ഉണങ്ങാൻ പറ്റത്തുള്ളൂ. അതേസമയം നിവർത്തിയിട്ടാലോ തുണിയുടെ സർഫസ് ഏരിയ കൂടി. അപ്പോഴത്തേക്കും കൂടുതൽ ലിക്വിഡ് പാർട്ടിക്കിൾസിന് വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നു. മനസ്സിലായോ? ഇപ്പോൾ സർഫസ് ഏരിയയുടെ കൂടുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇവാപ്പറേഷൻ റേറ്റ് കൂടുന്നത്? An increase of temperature. With the increase of temperature, more number of particles get enough kinetic energy to go into the vapor state. ടെമ്പറേച്ചർ കൂടി എന്ത് സംഭവിക്കും? സർഫസിലുള്ള പാർട്ടിക്കിൾസിന് കുറേയും കൂടെ കൈനറ്റിക് എനർജി കിട്ടി സ്പീഡിൽ ലിക്വിഡിൻ്റെ സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ ടെമ്പറേച്ചർ കൂടിയാലും ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. അതായത് വെയിലുള്ള സമയത്ത് കൂടുതൽ പെട്ടെന്ന് നമുക്ക് തുണി ഉണങ്ങി കിട്ടുന്നതിന് എക്സാമ്പിളാണ്. ഇനി എ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഹ്യൂമിഡിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ. എയറിൽ ഉള്ള വായുവിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിനെയാണ്, വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. The air around us cannot hold more than a definite amount of water vapor at a given temperature. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മുടെ ചുറ്റിനുമുള്ള എയറിന് ഒരു പരിധിയിൽ കവിഞ്ഞ് വാട്ടർ വേപ്പറിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. അതായത് ഇങ്ങനെ വിചാരിക്കുക, എയറിൽ ഇഷ്ടംപോലെ കസേരകളുണ്ട്, അതിൽ വാട്ടർ വേപ്പേഴ്സിന് കയറിയിരിക്കാം. പക്ഷേ ഈ കസേരകളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി വാട്ടർ വേപ്പേഴ്സ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വാട്ടർ വേപ്പേഴ്സിന് ഇരിക്കാൻ അവിടെ കസേരകൾ കാണുമോ? ഇല്ല. അപ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത്ര കസേരകൾ എയറിൽ ഉണ്ടായിരിക്കും. അപ്പം ആ ടെമ്പറേച്ചറിൽ ആ കസേരകളിലെല്ലാം വാട്ടർ വേപ്പർ കയറിയിരുന്നാൽ പിന്നെയും വരുന്ന വാട്ടർ വേപ്പറിന് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ കസേരകളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വാട്ടർ വേപ്പറിന് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? അറ്റ്മോസ്ഫിയറിലേക്ക് തുണിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇവാപ്പറേഷൻ നടന്നു വരുന്നത് ആ പ്രദേശത്തു നിന്നും വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മളുടെ എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് ഓൾറെഡി ഹൈ ആണെങ്കിൽ വീണ്ടും എവാപ്പറേറ്റ് ചെയ്ത് വരുന്ന വാട്ടർ വേപ്പറിന് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ മഴയുള്ള സമയത്ത് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ആ സമയത്ത്, അതായത് മഴക്കാലത്ത് നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടാൻ പാടാവുന്നത് ഈ കാരണം മൂലമാണ്. അപ്പം അവിടെ ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും തുണിയിൽ നിന്നും വരുന്ന എവാപ്പറേഷൻ വഴി വരുന്ന വാട്ടർ വേപ്പറിന് അവിടെ ഇരിക്കാനായിട്ട് സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ട് എവാപ്പറേഷൻ റേറ്റ് ഹ്യൂമിഡിറ്റി കൂടുമ്പോഴത്തേക്കും കുറഞ്ഞു പോകും. അല്ലെ തിരിച്ചു പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തുണി ഉണക്കുന്ന ഫാൻ്റെ ചോട്ടിലിട്ട് ഉണക്കാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? തുണി അത്യാവശ്യം വേഗം ഉണങ്ങി കിട്ടും. മഴക്കാലത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. ഫാൻ്റെ ചോട്ടിൽ തുണി കൊണ്ടുപോയിട്ട് ഉണക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ എവാപ്പറേഷൻ്റെ റേറ്റ്, വിൻഡിൻ്റെ സ്പീഡ് കൂടുമ്പോൾ എങ്ങനെയാണ് എവാപ്പറേഷൻ്റെ റേറ്റ് കൂടുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ക്ലോത്ത്സ് ഡ്രൈ ഫാസ്റ്റർ ഓൺ എ വിൻഡി ഡേ. കാറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു എന്ന് നമ്മൾ കാണാറുണ്ട്. വിത്ത് ദ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്, ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ വേപ്പർ മൂവ് എവേ വിത്ത് ദ വിൻഡ്, ഡിക്രീസിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സറൗണ്ടിങ്. ഇപ്പം നമ്മൾ ഉണങ്ങാനിടുന്ന തുണിക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിനെ ഈ വിൻഡ് അല്ലെങ്കിൽ കാറ്റ് വീശുന്നതനുസരിച്ച് അതവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നു. തുണിയുടെ പരിസരത്ത് നിന്നും ചുറ്റിനുമുള്ള കസേരകൾ, വാട്ടർ വേപ്പർ ഇരിക്കുന്ന കസേരകൾ കാറ്റ് വന്ന് ഫ്രീ ആക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? തുണിയിൽ നിന്നുള്ള വാട്ടർ വേപ്പേഴ്സിന് അടുത്തുള്ള കസേരകളിലേക്ക്, വാട്ടർ വേപ്പറിൻ്റെ കസേരകളിലേക്ക് വേഗം കയറിയിരിക്കാൻ സാധിക്കും.
അത്രയേ ഉള്ളൂ. വിൻഡിന് സ്പീഡ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുണിക്കടുത്തുള്ള വാട്ടർ വേപ്പേഴ്സിനെ അവരുടെ കസേരകളിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതനുസരിച്ച് തുണിയിൽ നിന്നുള്ള വാട്ടർ വേപ്പേഴ്സിനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കസേരകളിലേക്ക്, എയറിലെ കസേരകളിലേക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ എവാപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന്, ആൻ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, എ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി, ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്. ഓക്കെ, മറന്നു പോകരുത്. ഇത് വെച്ച് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൗ ഡസ് എവാപ്പറേഷൻ കോസ് കൂളിംഗ്? എങ്ങനെയാണ് എവാപ്പറേഷൻ കൂളിംഗ് നടത്തുന്നത്? എവാപ്പറേഷൻ്റെ ഫലമായിട്ട് കൂളിംഗ് ആണ് അനുഭവപ്പെടുക. അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഇൻ ആൻ ഓപ്പൺ വെസൽ ദ ലിക്വിഡ് കീപ്സ് ഓൺ എവാപ്പറേറ്റിംഗ്. The particles of liquid absorb energy from the surrounding to regain the energy lost during evaporation. This absorption of energy from the surroundings make the surroundings cold. അപ്പം എവാപ്പറേഷന് വേണ്ടി പാർട്ടിക്കിൾസിന് ലഭിക്കേണ്ട കൈനറ്റിക് എനർജി അത് എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പാർട്ടിക്കിൾസിന് എക്സ്ട്രാ വേണ്ട കൈനറ്റിക് എനർജി അത് അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നുമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഫലമായി സറൗണ്ടിങ്സിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് സറൗണ്ടിങ്സിന് എന്ത് അനുഭവപ്പെടുന്നു? കൂളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് എവാപ്പറേഷൻ. വാട്ട് ഹാപ്പൻസ് വെൻ യു പോർ സം അസറ്റോൺ ഓർ നെയിൽ പോളിഷ് റിമൂവർ ഓൺ യുവർ പാം? നിങ്ങളുടെ കൈത്തണ്ടയിൽ കുറച്ച് അസറ്റോൺ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? തണുപ്പ് തോന്നും. അതിന് കാരണം the particles gain energy from your palm or surroundings and evaporate, causing the palm to feel cool. അസറ്റോൺ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു ലിക്വിഡാണ്. അപ്പം അവരെന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ചൂടിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ തന്നെ അബ്സോർബ് ചെയ്തിട്ടാണ് അവർ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട് പോകുന്നത്. അപ്പം കയ്യിൽ നിന്നും ചൂടിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൈക്ക് എന്ത് അനുഭവപ്പെടും? തണുപ്പ് അനുഭവപ്പെടും. അത്രയേ ഉള്ളൂ. ആഫ്റ്റർ എ ഹോട്ട് സണ്ണി ഡേ പീപ്പിൾ സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദ റൂഫ് ഓർ ഓപ്പൺ ഗ്രൗണ്ട് ബിക്കോസ് ദ ലാർജ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഹെൽപ്സ് ടു കൂൾ ദ ഹോട്ട് സർഫസ്. അപ്പം ഒരു ചൂടുള്ള ദിവസത്തിന് ശേഷം ആളുകൾ എന്ത് ചെയ്യും? വീടിൻ്റെയൊക്കെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ തുറന്ന ഗ്രൗണ്ടുകളിലൊക്കെ വെള്ളം തളിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പൊടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. റൂഫിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് തളിക്കുന്നത്? റൂഫ് നല്ലപോലെ ചുട്ടുപഴുത്തിരിക്കുമായിരിക്കും ഈ സൂര്യൻ്റെ ചൂട് കാരണമേ. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വാട്ടറിന് ലാർജ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്. എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അപ്പം ആ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വഴി വാട്ടറിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഹോട്ട് സർഫസിനെ കൂൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആ സർഫസിൽ നിന്നും അതെന്ത് ചെയ്യും? ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഈ വാട്ടർ മോളിക്യൂൾസ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും, വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ്. അപ്പം ആ ഹോട്ട് സർഫസിൽ നിന്ന് ഇത് എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഹോട്ട് സർഫസിന് എന്ത് ആയിരിക്കും അനുഭവപ്പെടുക? കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും അനുഭവപ്പെടുക. ആ കൂളിംഗ് എഫക്റ്റ് വീടിനുള്ളിലേക്കും അല്ലെങ്കിൽ കെട്ടിടത്തിനുള്ളിലേക്കും ലഭിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഇത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നത് കൊണ്ട് ആ ഗ്രൗണ്ട് അതിൻ്റെ ചുറ്റുപാടും തണുത്ത് ഇരിക്കുകയും ചെയ്യും. വൈ ഷുഡ് വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ? എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് കോട്ടൺ തുണികൾ ധരിക്കണമെന്ന് പറയുന്നത്? ഡ്യൂറിങ് സമ്മർ വി പെർസ്പയർ മോർ ബിക്കോസ് ഓഫ് ദ മെക്കാനിസം ഓഫ് അവർ ബോഡി വിച്ച് കീപ്സ് us cool. We know that during evaporation, the particles at the surface of the liquid gain energy from the surroundings or body surface and change into vapor. The heat energy equal to the latent heat of vaporization is absorbed from the body, leaving the body cool. Cotton, being a good absorber of water, helps in absorbing the sweat and exposing it to the atmosphere for easy evaporation. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമ്മർ സീസണിൽ നമ്മൾ കൂടുതലായിട്ട് വിയർക്കും. അപ്പം ആ വിയർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡീനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ബോഡിയുടെ തന്നെ ഒരു മെക്കാനിസമാണ് ഈ വിയർപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ വിയർപ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണല്ലോ, ലിക്വിഡ് ഫോമിലാണല്ലോ ഇരിക്കുക. അപ്പോൾ ആ ലിക്വിഡ് ഫോം എവാപ്പറേഷൻ വഴി വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോഴത്തേക്കും ഈ വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാൻ അവർക്ക് ആ ലിക്വിഡ് പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി
അവർ എടുക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിൽ നിന്നുമാണ്. അതുമൂലം നമ്മുടെ ബോഡിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അങ്ങനെ ഈ കോട്ടൻ്റെ പ്രാധാന്യം അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, കോട്ടൺ നല്ലപോലെ ലിക്വിഡിനെ വലിച്ചെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോഴത്തേക്കും കോട്ടൺ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന സ്വെറ്റിനെ, വിയർപ്പിനെ നല്ലപോലെ അബ്സോർബ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് അതിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈസി ആയിട്ട് ഇവാപ്പറേഷൻ നടക്കുന്നു. നമ്മുടെ ദേഹത്തുണ്ടാകുന്ന വേപ്പറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് നല്ലൊരു അബ്സോർബൻ്റ് അവിടെ ഇല്ല എങ്കിൽ ഈ പ്രോസസ്സ് നടക്കാൻ ഇവാപ്പറേഷൻ്റെ റേറ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് കോട്ടൺ നല്ല അബ്സോർബർ ആയതുകൊണ്ട് എവാപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. Why do we see water droplets on the outer surface of a glass containing ice cold water? നമ്മൾ തണുത്ത ഒരു വെള്ളത്തിനെ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ് കോൾഡ് വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ പുറം ഭാഗത്തെ സർഫസിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ്? Let us take some ice cold water in a tumbler. Soon we will see water droplets on the outer surface of the tumbler. The water vapor present in air on coming contact with the cold glass of water loses energy and gets converted to liquid state, which we see as water droplets. അപ്പോഴത്തേക്കും നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ഇപ്രകാരം ഈ നമ്മൾ തണുത്ത വെള്ളം എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ടംബ്ലറിൻ്റെ ഗ്ലാസ് സർഫസിലേക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നുമുള്ള വാട്ടർ വേപ്പേഴ്സ് വന്ന് തട്ടും. ആ വാട്ടർ വേപ്പേഴ്സിന് എന്താണ് ടെമ്പറേച്ചർ കൂടുതലാണ് കമ്പയർ ടു ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദ ഗ്ലാസ്. ഗ്ലാസ്സിലുള്ള വാട്ടർ പാർട്ടിക്കിൾസിനേക്കാളും ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ പാർട്ടിക്കിൾസിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും വേപ്പർ ഫേസിലുള്ള എയറിലെ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിന്. അപ്പോഴത്തേക്കും ആ വേപ്പർ ഫേസിലുള്ള പാർട്ടിക്കിൾസ് നമ്മൾ തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന ടംബ്ലറിൻ്റെ ഗ്ലാസ് സർഫസിൽ വന്ന് തട്ടുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കും. അങ്ങനെ അവർ വേപ്പർ ഫേസിൽ നിന്നും തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഒരിക്കലും വിചാരിക്കരുത് ഗ്ലാസ്സിനുള്ളിലിരിക്കുന്ന വെള്ളം തന്നെയാണ് വെളിയിലേക്ക് വരുന്നതെന്ന്. അല്ല, അറ്റ്മോസ്ഫിയറിലും വാട്ടർ വേപ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റും കൂടാണിത്. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ്സിനുള്ളിലുള്ള വാട്ടർ അല്ല ഗ്ലാസ്സിന് വെളിയിൽ കാണപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന് പ്രൂവ് ചെയ്യാൻ ഗ്ലാസ്സിനുള്ളിൽ കളറുള്ള ഒരു തണുത്ത വെള്ളം എടുത്ത് വെച്ചാൽ മതി. അപ്പം അതിൻ്റെ ഗ്ലാസ്സിൻ്റെ സർഫസിൽ വരുന്ന വെള്ളത്തിന് കളർ ഉണ്ടാവുമോ? ഗ്ലാസിൻ്റെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ഗ്ലാസ് സർഫസിൽ വരുന്ന വാട്ടർ വേപ്പേഴ്സ് കളറില്ലാത്തതായിരിക്കും. അത് അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പേഴ്സ് ഈ ഗ്ലാസ് സർഫസിൽ തട്ടി കണ്ടൻസ് ചെയ്യപ്പെട്ട് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണത്. ഓക്കെ, താങ്ക് യു.